ഹായ്, ഞാൻ സൂര്യ തേജസ്. ഞാൻ പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ തിങ്ക് എറണാകുളം ബ്രാഞ്ചിലെ റെഗുലർ ബാച്ച് BArch സ്റ്റുഡൻ്റ് ആണ്. ഈ വർഷത്തെ JEE BArch സെഷൻ 1 എനിക്ക് 100% കിട്ടിയിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ കുറച്ചൊക്കെ വരയ്ക്കുമായിരുന്നു. പിന്നെ +1 ഒക്കെ എത്തിയപ്പോഴാണ് ഒരു കോഴ്സിന് BArch കോഴ്സിനെ പറ്റി അറിയുന്നത്. പിന്നെ ഞാൻ യൂട്യൂബിൽ ചുമ്മാ നോക്കിയപ്പം തിങ്കിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ തിങ്കിൽ എത്തിപ്പെട്ടത്. സൂര്യതേജസ്സിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ആപ്റ്റിറ്റ്യൂഡിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികൾ പലപ്പോഴും ഡ്രോയിങ്ങിൽ വീക്കായിരിക്കും, അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികൾ ആപ്റ്റിറ്റ്യൂഡിൻ്റെ പാർട്ട് വീക്കായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ നന്നായി ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു സൂര്യതേജസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു, നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ 100% സ്കോർ ചെയ്യുന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. സൂര്യയുടെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾക്കൊരു മോട്ടിവേഷൻ ആകും. തിങ്കിലെ ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയാണ്. ഡെയിലി അസൈൻമെൻറ്റ്സ്, മോക്ക് ടെസ്റ്റ്, അതൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള ഇൻ്റർ ബ്രാഞ്ച് എക്സാംസ്, അതൊക്കെ മെയിൻ എക്സാമിന് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. സൂര്യതേജസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ക്ലാസ്സിൽ പൊതുവേ സൈലൻ്റ് ആണ്. അതുപോലെ തന്നെ ഫാക്കൽറ്റീസിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും കോർഡിനേറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും യാതൊരുവിധ കംപ്ലയിൻറ്റ്സോ വർക്ക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ കാര്യത്തിലും ഒന്നും വരാത്ത ഒരാളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്ന ഡ്രോയിങ്ങിൻ്റെ സ്പീഡിൻ്റെ കേസിലും അതുപോലെ തന്നെ മാത്സിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു കേസിലുമായിരുന്നു. പക്ഷേ ആളുടെ പ്ലസ് പോയിൻറ്റ്സ്, ആ ഉള്ള കുട്ടികളിൽ ഒരു 5-6 പേരുടെ കൂടെ തന്നെ ആളുടെ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നെഗറ്റീവ് അറ്റംപ്റ്റ് ചെയ്യുന്നത്, അതായത് തെറ്റായിട്ടുള്ള ഉത്തരങ്ങളൊക്കെ വളരെ കുറച്ചായിരുന്നു ആളുടെ ഭാഗത്തു നിന്ന്. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതും. നല്ലൊരു പെർസെൻറ്റേജ് കിട്ടുമെന്നും നല്ലൊരു അഡ്മിഷൻ കിട്ടുമെന്നും നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ 100% എന്നുള്ളൊരു സ്കോറ് സൂര്യ തേജസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പണ്ട് ഞാൻ വരച്ചത് റെൻഡറിങ് ആയിരുന്നു ഞാൻ മെയിനായിട്ട് വരച്ചുകൊണ്ടിരുന്നത്. ടെക്നിക്കലായിട്ട് ഡ്രോയിങ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തിങ്കിൽ വന്നപ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. തിങ്കിൻ്റെ ലൈഫ് വളരെ അടിപൊളിയാണ്. ഈ 7 മാസം കൊണ്ട് ഭയങ്കര രീതിയിലുള്ള ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട്. പഠിക്കാനാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിങ്കിൽ നിന്നും എല്ലാവരും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തിങ്കിൻ്റെ ഹോസ്റ്റൽ ലൈഫാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. അക്കാഡമിക്സിലായാലും ബാക്കി എല്ലാ സപ്പോർട്ടിലായാലും ഫ്രണ്ട്സ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റലിൽ എന്ന് വെച്ചാൽ BArch സ്റ്റുഡൻസ് ഒക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പഠിക്കാനുള്ള ടൈം ടേബിൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, കുറച്ച് സ്റ്റുഡൻസ് ഒരു 9:30 ഒക്കെ ആകുമ്പോഴേക്കും കിടന്നുറങ്ങും. ബാക്കിയുള്ളവർ ആ സമയത്ത് പഠിക്കും. ഒരു 4-5 hours ഒക്കെ പഠിക്കും അടുപ്പിച്ച്. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്ഷീണം വരും. അപ്പോൾ ഞങ്ങളെ എണീപ്പിച്ച് ഇവരെ പഠിക്കാതിരുത്തും, എന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ചെറുപ്പത്തെ എൻ്റെ ഹോബീസ് എന്നൊക്കെ പറയുന്ന വരയ്ക്കൽ തന്നെയായിരുന്നു. മെയിനായിട്ട് ഞാൻ റെൻഡറിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തിങ്കിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഡ്രോയിങ് വളരെ സ്ലോ ആയിരുന്നു. നമുക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യന് ½ hour കിട്ടുള്ളൂ. ഈ അരമണിക്കൂറിൽ എന്നെക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതെങ്ങനെയും ഓവർകം ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമറൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പതിയെ ഗ്രാജുവലിയാണ് ഞാൻ ഡ്രോയിങ്ങിൻ്റെ സ്പീഡ് കൂട്ടിയത്. പിന്നെ സ്ട്രഗിൾ ചെയ്തതെന്ന് പറഞ്ഞാൽ മാത്സാണ്. മാത്സ് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവസാനമൊക്കെ ആകുമ്പോഴാണ് കൂടുതലായിട്ട് ഞാൻ മാത്സിൽ ഫോക്കസ് ചെയ്തത്. PYQs ഒക്കെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ 100%-ലൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. NIT കാലിക്കറ്റിലൊരു സീറ്റ് കിട്ടാനുള്ളൊരു മാർക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. 100% എന്ന് പറഞ്ഞപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഈ 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക്
ടീച്ചിങ്ങിലോട്ട് പോകാനുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ ചുമ്മാ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും. ഇപ്പോൾ ആർക്ക് അവയർനെസ്സിൻ്റെ ക്ലാസ് ആണെങ്കിലും ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇതുപോലെ ഞാനും കോഴ്സ് കഴിഞ്ഞ് തിങ്കിലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വരും എന്നൊക്കെ പറയാറുണ്ട്. എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ ലോറി ബേക്കറാണ്. പുള്ളി അത്യാവശ്യം പഴയൊരു ഇന്ത്യൻ ആർക്കിടെക്റ്റാണ്. പുള്ളിയുടെ ലോ കോസ്റ്റ് ബിൽഡിങ്സൊക്കെ എന്നെ നല്ല രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ വർക്ക്സൊക്കെ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. റിസൾട്ട് വന്നത് ഞങ്ങളുടെ ക്ലാസ് ടൈമിലായിരുന്നു. അപ്പോൾ ക്ലാസ്സിലെല്ലാവരും ഇരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ കോർഡിനേറ്റർ ശ്രുതി മാം പെട്ടെന്ന് എന്നെ മാത്രം വിളിച്ചുകൊണ്ട് പോയി പുറത്തോട്ട്. ഞാൻ എന്നെ മാത്രം വിളിച്ചുകൊണ്ട് പോകുന്നതിന് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നിട്ട് റിസൾട്ട് നോക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് ഇതിൽ നോക്കുന്ന എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി, ഞാനിങ്ങനെ ലോഗിൻ ചെയ്ത് ഇങ്ങനെ കൈയൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് ലോഗിൻ ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ 100% ഞാൻ എട്ടിപ്പോയി. പെട്ടെന്ന് സ്റ്റക്കായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ അച്ഛൻ പാലക്കാട് ജില്ലയിലെ KPS തെന്നിലാപുരം സ്കൂളിലെ റിട്ടയർഡ് PT ടീച്ചറായിരുന്നു. പിന്നെ അമ്മ പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ അറ്റൻഡൻ്റാണ്. 2026 JEE മെയിൻ BARCൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവിടെ ഒരു മാഡമാണ് എന്നെ വിളിച്ചത്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഇപ്പോഴും എൻ്റെ വാക്കുകൾ ഇങ്ങനെ നമുക്ക് ഈ സന്തോഷം വന്നാലും കരിയെന്ന് പറയുന്ന രീതിയിൽ എൻ്റെ സൗണ്ടൊക്കെ വളരെ ഇടയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും മാഡം വിളിച്ചു സംസാരിച്ചു. വളരെ സന്തോഷമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം നമുക്കൊന്നും സ്വപ്നം കാണാനില്ലാത്ത ഒരു വിജയമായിട്ട് നമ്മളതിനെ കാണുകയാണ്. അതിന് പ്രത്യേകിച്ച് അവിടെ എത്തിക്കാൻ പരിശ്രമിച്ച പ്രത്യേക തിങ്ക് എറണാകുളം ബ്രാഞ്ചിന് ഞങ്ങളുടെ നന്ദി കടപ്പാട് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. JEE BARCൻ്റെ എക്സാം റിസൾട്ട് നന്ന് അല്ലെങ്കിൽ നാളെ വരുന്നവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഏട്ടൻ വന്നിട്ട് റിസൾട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അന്നും നാളെ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് റിസൾട്ട് വന്നു, അവൻ ടോപ്പറാണ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടോപ്പറാണെന്നാണ്. പിന്നെയാണ് ഇന്ത്യയിലെ ടോപ്പറാണെന്ന് അറിഞ്ഞത്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ കരച്ചിലാണ് വന്നത്. സന്തോഷം കൊണ്ടായിരിക്കാം, നല്ല അഭിമാനം തോന്നണം. അവൻ BARC ചേരുന്നു, എൻട്രൻസ് കോച്ചിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓക്കെ, അത് എന്താണോ നീ തീരുമാനിച്ചിരിക്കുന്നത് അത് നേടണം എന്ന് പറഞ്ഞു. നേടിത്തന്നു. അതിൽ നല്ല സന്തോഷമുണ്ട്. BARC എന്ന് പറയുന്നതേ നമ്മൾ അങ്ങനെ ഒരു ഫീൽഡ് നമ്മുടെ മനസ്സിലൊന്നും ഇല്ലാത്ത, അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവനാണ് ചോയ്സ് കംപ്ലീറ്റ് ഞങ്ങൾ കൊടുത്തിരുന്നത്. ഏകദേശം 10th തുടങ്ങിയിട്ട് സ്വയം ചെയ്യുന്ന ഒരാളാണ്. 10th +1 +2 സ്വയം എല്ലാം നമ്മൾ സാധാരണ കുട്ടികളെ പിന്നാലെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അവനെ സംബന്ധിച്ച് നമുക്കത് വേണ്ടി വന്നിട്ടില്ല. അവനാണ് ഇങ്ങനെ BARCൻ്റെ ഒരു ആവശ്യം പറഞ്ഞത്. അപ്പോൾ അവൻ തന്നെയാണ് ഒരു കോളേജ് തിരഞ്ഞെടുത്തതും തിങ്കിനെ കണ്ടുപിടിച്ചത് എല്ലാം അവൻ തന്നെയായിരുന്നു. ഞാനാകെ ചെയ്തത് നമ്മളൊരു കുട്ടിയെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തുമ്പോൾ അതേക്കുറിച്ചൊരു അന്വേഷണം ചെറുതായിട്ട് ആ ഒരു അന്വേഷണം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ആ രീതിയിലാണ് അവനകത്ത് ഇങ്ങനെ ഒരു BARC എന്നുള്ള ആർക്കിടെക്ചർ എന്നുള്ള സംഭവത്തേക്ക് വന്നത്. അങ്ങനെ തന്നെയാണ്. BARCനെ കുറിച്ച് നമുക്ക് വലിയ ധാരണകളൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു ഫീൽഡിലേക്ക് നമ്മൾ ആലോചിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ ഈ ഒരു അവസരം അവൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോയ്സ് അവൻ എടുത്തപ്പോഴാണ് നമ്മൾ അതേക്കുറിച്ച് BARCും ആർക്കിടെക്ചർ എന്താണെന്നും നമ്മൾ തന്നെ പഠിക്കുന്ന ആ രീതിയിലാണ്. അവൻ്റെ തന്നെയാണ്. നമ്മളൊന്നും അതിനകത്ത് വലിയ റോളൊന്നും ഞങ്ങൾക്കില്ല. അവൻ കാണിച്ചു തരുന്ന വഴിക്ക് നമ്മളങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിൽ മാത്രമേ ഇത്രയും കാലം നമ്മൾ എത്തിയിട്ടുള്ളൂ. അതിനവൻ തന്ന റിസൾട്ട് വമ്പൻ റിസൾട്ടായിരുന്നു. ഞങ്ങളുടെയും പ്രതീക്ഷ, അവൻ്റെ ഒരു പ്രതീക്ഷ കാലിക്കട്ട് കിട്ടണം എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ഇതൊക്കെ അതിനൊക്കെ അപ്പുറം പോയത് വളരെ സന്തോഷം. അതിന് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു, നിങ്ങളെപ്പോലൊരു സ്ഥാപനം, തെങ്ങിനെ പോലൊരു സ്ഥാപനത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. പിന്നെ അനിയത്തി 9th പഠിക്കുന്നു. അവൾ CGHS വടക്കഞ്ചേരിയിലാണ് പഠിക്കുന്നത്. ഏട്ടന് റാങ്ക് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേനും ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ചു. ഏട്ടനൊന്നും മിണ്ടില്ല. ഒന്നും ഏട്ടന് പറ്റില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. കുറേ നേരം ബ്ലാങ്കോട്ടായിന്ന് പറഞ്ഞു. എനിക്കറിയില്ല, അങ്ങനെ എല്ലാം മാത്രമേ മിണ്ടിയുള്ളൂ. റാങ്ക് ഏട്ടന് കിട്ടണമെന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഓൾ ഇന്ത്യ ഒന്നുമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടണമെന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞിരുന്നു കുറേ തവണ
കിട്ടുമോയെന്ന് അറിയില്ല, ചിലപ്പോൾ കിട്ടുന്നൊക്കെ. ഞങ്ങളുടെ അടുത്ത് എല്ലാം സംസാരിക്കും, എല്ലാം പറയും. ഇപ്പോൾ പോയിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് വന്നാലും കുറേ നേരം ഇരുന്ന് സംസാരിക്കും, എല്ലാ കാര്യവും പറയും, ഷെയർ ചെയ്യും. പുറത്താരോട് സംസാരിക്കില്ലെങ്കിലും ഞങ്ങളോട് എല്ലാം സംസാരിക്കും. അനിയന്മാരെയൊക്കെ വരച്ചിട്ടുണ്ട് കുറേ പേരെ. ആൾക്കാരെ വരയ്ക്കാനായിരുന്നു ഇഷ്ടമാണ്. മറ്റേ സീനറിയേക്കാളും ആയിട്ട് ആൾക്കാരെ വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടം. അവൻ ഞങ്ങൾക്ക് അവങ്ങനെ റാങ്ക് വാങ്ങുന്ന പ്രതീക്ഷയില്ല. അത് വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഉള്ളത്. ഇത് GHS കിഴക്കഞ്ചേരി, ഇവിടെയാണ് ഞാൻ +1 +2 കംപ്ലീറ്റ് ചെയ്തത്. പാലക്കാട് ജില്ലയിലെ അപൂർവം ചില സ്കൂളുകളിലാണ് ഇങ്ങനെ വളരെ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഏകദേശം 7 ബാച്ചോളം നമ്മുടെ ഈ സ്കൂളിലുണ്ട്. സയൻസ് 3 ബാച്ചാണ്, 2 കൊമേഴ്സ് ബാച്ച്, 2 ഹ്യൂമാനിറ്റീസ് ബാച്ച്. എല്ലാ വർഷവും ഏകദേശം 450ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ച് പുറത്തിറങ്ങുന്നു. അങ്ങനെ പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ വളരെ വ്യത്യസ്ത മേഖലയിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ സൂര്യ തേജസ്സും കഴിഞ്ഞ വർഷം നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുകയും നല്ല മാർക്കോടുകൂടെ പാസ്സായ കുട്ടിയാണ്. അദ്ദേഹത്തിന് ഇവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നല്ല രീതിയിൽ വരയ്ക്കാൻ ശേഷിയുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. പക്ഷേ നല്ല രീതിയിൽ വരയ്ക്കാൻ ശേഷിയുള്ള കുട്ടി അവൻ്റേതായ ഒരു മേഖല സെലക്ട് ചെയ്യുകയും ആ മേഖല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തിങ്ക് പറയുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം കോച്ചിങ്ങിന് പോവുകയും അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ JEE എക്സാമിനേഷനിൽ ഫസ്റ്റ് റാങ്കോടുകൂടെ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ നമ്മുടെ ഈ സ്ഥാപനം കിഴക്കഞ്ചേരി ഗവൺമെൻറ് ഹയർ സ്കൂൾ ഓൾ ഓവർ ഇന്ത്യയിൽ അറിയപ്പെടാനുള്ള ഒരു അവസരമായി മാറി സൂര്യ തേജസ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നൊരു കുട്ടി ഈ JEE ഡിസൈനിങ്ങിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ ഓൾ ഇന്ത്യ ലെവലിൽ ഫസ്റ്റ് റാങ്ക് ആയിട്ട് വരുന്നത്. അതും യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തിനും അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും വലിയൊരു പ്രചോദനമാണ് യഥാർത്ഥത്തിൽ കിട്ടിയത്. ഇത് നമ്മുടെ മറ്റു കുട്ടികൾക്ക് ഒരു മാർഗദർശിയായിട്ട് മാറും. തേജസിൻ്റെ പെർഫോമൻസ്, തേജസ് പ്രധാനമായിട്ടും നല്ല കോളേജ് സെലക്ട് ചെയ്യുകയും അദ്ദേഹത്തിന് നല്ലൊരു ആർക്കിടെക്റ്റായിട്ട് വരാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ സംജാതമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ ഗ്രാമീണ മേഖലയിലുള്ള ഈ സ്കൂള് യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെടുന്ന ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ സൂര്യ തേജസ് നമുക്ക് ഉണ്ടാക്കി തന്നത്. അത് ചെറിയ കാര്യമല്ല. സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്, വളരെ ഒതുങ്ങിയ കുട്ടിയാണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പഠിക്കുന്ന കാലത്ത് എനിക്ക് ഇദ്ദേഹത്തെ അറിയാമെങ്കിലും യഥാർത്ഥത്തിൽ നല്ല പെർഫോമൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ എക്സാമിനേഷന് കാണിച്ചത്. കിഴക്കഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു സൂര്യ തേജസ്. കഴിഞ്ഞ +1 +2 ക്ലാസ്സുകളിൽ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ. അവൻ പഠനത്തിലും നല്ല മികവ് പുലർത്തിയിരുന്ന കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ നല്ല ശ്രദ്ധയുണ്ടായിരുന്നു ആ കുട്ടിക്ക്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും ചെയ്യുന്ന കാര്യങ്ങൾ 100% ഇൻവോൾവ് ചെയ്ത കുട്ടിയായിരുന്നു. വരയ്ക്കാൻ നന്നായിട്ട് അറിയും എന്ന് പറഞ്ഞതുകൊണ്ട് UCയുടെ BArc കോഴ്സൊക്കെ നല്ലതായിരിക്കും അവൻ ചൂസ് ചെയ്യുക. അവന് വ്യക്തമായിട്ട് ബോധ്യം ഉണ്ടായിരുന്നു അവൻ എന്താണ് വേണ്ടത് എന്നുള്ളതും. അവൻ 100% നേടിയപ്പോൾ JEE BArc എക്സാമിന് 100% നേടിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവും തോന്നി. ടീച്ചേഴ്സിന് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടൊരു വിദ്യാർത്ഥിയാണ്. അവൻ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു ഞാൻ. ക്ലാസ് റൂമിൽ അവൻ ഏറ്റവും ശ്രദ്ധിച്ച് വേറെ ഏത് കുട്ടികൾ ഡിസ്ട്രാക്റ്റഡ് ആയാലും അവന് വേണം എന്നുള്ള ആവശ്യബോധത്തോടു കൂടെ എന്നും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് അവൻ എന്നും ഞങ്ങൾ ടീച്ചേഴ്സ് ഓർമ്മിക്കുക. വേറെ ആരൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിലും അവൻ ആവശ്യബോധമുള്ളൊരു കുട്ടിയായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ഔട്ട് ഓഫ് നോ റീസൺ വി ഫീൽ സോ അഫെക്ഷനേറ്റ് ഫോർ ഹിം. അങ്ങനത്തെ ഒരു നല്ലൊരു കുട്ടിയായിരുന്നു. അവൻ്റെ ബ്രൈറ്റ് ഫ്യൂച്ചർ അവനുണ്ടെന്ന് തന്നെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് തന്നെയാണ് ഇപ്പോൾ ഈ JEE BArc പരീക്ഷയിൽ 100% വാങ്ങിയത് ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ബയോളജി ബാച്ചിൽ പഠിച്ചിരുന്ന സൂര്യ തേജസ് വളരെ അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഞാൻ അവനെ മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിച്ചിരുന്നത്. ക്ലാസ്സിലാണെങ്കിലും വളരെ സിൻസിയറായി, വളരെ ഒബീഡിയൻ്റായി, മറ്റു കുട്ടികൾക്കൊരു മാതൃകയായിരുന്ന കുട്ടിയായിരുന്നു. കഴിഞ്ഞ BArc എക്സാമിന് ഫസ്റ്റ് റാങ്ക് നേടിയതിൽ ഞങ്ങൾ എല്ലാവരും അവനെ അഭിമാനിക്കുന്നു. മറ്റു കുട്ടികൾക്കും അവനൊരു മാതൃകയാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് CIUP സ്കൂൾ മമ്പാട്. ഇവിടെയാണ് ഞാൻ 5 മുതൽ 7 വരെ പഠിച്ചത്. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലുള്ള CIUP സ്കൂൾ മമ്പാടാണ്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളരെ ശാന്തനായൊരു കുട്ടിയായിരുന്നു സൂര്യ. എങ്കിലും അവനിൽ നല്ലൊരു ചിത്രകലയ്ക്ക് മിടുക്കുള്ള ഒരു കുട്ടിയായിരുന്നു.
അവൻ സ്കൂളിലെ എക്സിബിഷൻ പോലുള്ള പല പ്രോഗ്രാമുകളിലും പങ്കെടുത്ത് സബ് ജില്ലാ തലത്തിലൊക്കെ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു വിജയം നേടിയതിൽ വളരെയധികം അഭിമാനമുണ്ട്. ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചതല്ല. നല്ലൊരു നാടിന് തന്നെ ഒരു അഭിമാനമായി സൂര്യക്ക് മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പഠിക്കുന്ന കാലഘട്ടത്തിൽ വളരെ ഇൻ്റലിജൻ്റായ വിദ്യാർത്ഥിയായിരുന്നു. അന്ന് തന്നെ ബോധ്യം ഉണ്ടായിരുന്നു നല്ലൊരു പൊസിഷനിൽ കുട്ടി എത്തുമെന്ന്. അപ്പോൾ ഈ ഒരു വിജയത്തിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. എന്തായാലും വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷവും ഒപ്പം ഞെട്ടലുമാണ് തോന്നിയത്. കാരണം അത്രയും സൈലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു സൂര്യ തേജസ്. നന്നായി വരയ്ക്കും, പക്ഷേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ സൈലൻ്റ് ആണല്ലോ, അവൻ ഒന്നും എക്സ്പോസ് ചെയ്ത് പറയുന്ന ക്യാരക്ടറായിരുന്നില്ല. എന്തായാലും കിട്ടിയതിൽ വളരെ സന്തോഷവും അഭിമാനവും, അതുവഴി തിങ്ക് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയാനും ഞങ്ങൾക്ക് ഇടയായത് അവനിലൂടെയാണ്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെയുള്ള അഭിപ്രായമാണ് സൂര്യതേജസിനെ കുറിച്ച് പറയാനുള്ളത്. സൈലൻ്റ് ആയിരുന്നു എന്നുള്ള ഒരു തർക്കമൊന്നുമില്ല. വളരെ സൈലൻ്റായ കുട്ടിയായിരുന്നു. പക്ഷേ ആ സൈലൻസിലാണെങ്കിലും അവൻ കളിക്കാനൊക്കെ നിൽക്കുന്ന കുട്ടി കൂടിയായിരുന്നു. സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വോളിബോൾ കോമ്പറ്റീഷനിലൊക്കെ ജില്ലാതലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത ആളും കൂടിയായിരുന്നു. ഞാൻ സൂര്യ തേജസിൻ്റെ ബ്രദറാണ്. ഈ സ്കൂളിൽ തന്നെയാണ്, മമ്പാട് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അവൻ ചെറുപ്പം മുതലേ വരയ്ക്കുന്നതിനോട് പൊതുവെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവനാ ഇഷ്ടം കൊണ്ട് പഠിച്ചത് കൊണ്ടാവണം കുറച്ചുകൂടെ നന്നായിട്ട് അത് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. എന്നാലും ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു വലിയൊരു നേട്ടം കൈവരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അതിനെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു. അപ്പോൾ ഇനി JBRK എഴുതുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഡ്രോയിങ് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നമ്മൾക്ക് തിങ്കിൽ നിന്ന് ഡെയിലി അസൈൻമെൻറ്റ്സ് ഉണ്ട് ഡ്രോയിങ്ങിൻ്റെ ഒക്കെ. അപ്പോൾ അത് നമ്മൾ പോലും അറിയാതെ നമ്മൾ തന്നെ ചെയ്തു ഡെയിലി വർക്കൗട്ട് ചെയ്ത് നോക്കും. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ആർക്ക് അവയർനെസ്. അപ്പോൾ അത് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയലിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഇപ്പോൾ റീൽസിലായാലും ചിലപ്പോൾ നമ്മുടെ ഫീഡിലൊക്കെ ഇങ്ങനെ ഓരോ ബിൽഡിങ്സിൻ്റെ ഒക്കെ ഫോട്ടോ വരും. അപ്പോൾ അത് നമ്മൾ സെർച്ച് ചെയ്ത് അത് ഏതാ ബിൽഡിങ്, അതുപോലെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ PYQs ആണ് മെയിൻ. PYQs നല്ല രീതിയിൽ തന്നെ ചെയ്താൽ തന്നെ നല്ലൊരു സ്കോറിലോട്ട് എത്തിക്കാൻ പറ്റും. നമുക്ക് പ്രൗഡ് ഒരു മൊമെൻ്റ് ഉണ്ടാക്കി തന്ന സൂര്യ തേജസിന് എല്ലാ വിശ്വസും നല്ലൊരു ആർക്കിടെക്റ്റായിട്ട് ഒരു 5 വർഷം കഴിയുമ്പോൾ ഇറങ്ങട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അവനെ ഉയർന്ന ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എന്താണെങ്കിൽ അവന് നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചയിലേക്കും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ഉയർന്ന ഒരു ഇതിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സൂര്യതേജസിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ശോഭനമായ ഒരു ഭാവിയും ആശംസിക്കുന്നു. ഭാവിയിൽ എല്ലാ നേട്ടങ്ങളും കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം എന്തായാലും അവൻ നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ സൂര്യക്ക് ഉണ്ടാവട്ടെ.